Hello guys, Bros Cooking Fireലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ മുട്ടസുർക്കയുമായിട്ടാണ്. ഇതിന് മുട്ടാപ്പം എന്നും പേരുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ബെൽ ഐക്കണും കൂടി അമർത്തണേ. വീഡിയോയിലേക്ക് പോയാലോ? മുട്ടസുർക്കയ്ക്കായി 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പച്ചരി തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ കുതിരാനായി വെക്കാം. നന്നായി കുതിർന്നതിന് ശേഷം വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിയെടുത്ത് അതേ 1 കപ്പിൽ തന്നെയാണ് ചോറും എടുക്കേണ്ടത്. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി അരി നന്നായി അരച്ചെടുക്കാം. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കട്ടിയിലാണ് അരി അരച്ചെടുക്കേണ്ടത്. ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം വേണം അരി ഒഴിച്ചു കൊടുക്കാൻ. അരി ഒഴിച്ചതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം പൊന്തി വരും. നമ്മുടെ മുട്ടസുർക്ക ഇതാ നന്നായി പൊന്തി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിയേണ്ടവർക്ക് നന്നായി മുരിച്ചെടുക്കാം. അപ്പം ഇതാ നമ്മുടെ മുട്ടസുർക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഓയിലിൽ നിന്ന് മാറ്റാം. കുറേ ആൾക്കാർ പറയാറുണ്ട് മുട്ടസുർക്ക ചുടുമ്പോൾ പൊങ്ങാറില്ല. ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മുട്ടസുർക്ക പൊന്തിക്കിട്ടും. ഉള്ളിലൊന്നും അരി കട്ട പിടിക്കാത്ത നല്ല അടിപൊളി മുട്ടസുർക്കയാണ്. എല്ലാ മുട്ടസുർക്കകളും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ല സൂപ്പർ മുട്ടസുർക്കയാണ്. ഇനി ഒരു നല്ല വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.